എടാ തൃശ്ശൂരിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തുവാ അതെന്തുവാ അങ്ങനെ സംസാരം വേണ്ട, അത് പാടില്ലല്ലോ. മറ്റേ നമ്മുടെ പത്മാവതി ചേച്ചി അവിടെ മത്സരിക്കുന്നത് എന്തുകൊണ്ട്? അല്ല, നീ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ പ്രശാന്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്നോ എന്തോ ഒന്നും പറഞ്ഞില്ലേ? അതെന്തോ അങ്ങനെ ഒന്നും പറയില്ല. അതെന്ത് പറയടാ, ഞാൻ ആ കാര്യം വിട്ടു, ഞാൻ പറയാനില്ല, അതൊന്നും ഇല്ല പറയാനുണ്ട്. അതെന്ത് തൃശ്ശൂർ നിങ്ങൾ തോറ്റ്? പക്ഷെ ഇവ അങ്ങനല്ലല്ലോ പറയുന്നത്. ഇലക്ഷൻ എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെയും അനുഭവവും അവരെന്താണ് നമുക്ക് തരുന്നതെന്ന് നോക്കിയിട്ട് അതിനുവേണ്ടി നമ്മൾ പറയുകയാണ്. അല്ലാണ്ട് നമ്മളിവിടെ ഇവിടെ ജോർജി വെക്കുന്ന കണക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്ന കാര്യമല്ല ഇലക്ഷൻ. അത് മനസ്സിലാക്കുക. പിന്നെ നേരം വെളുത്ത വൈകുന്നേരം വരെ ഉള്ള ചാനലുകാരന്മാരെല്ലാം കൂടെ പഠിച്ചു ചാനലുകാർ മൊണ്ണമാര് പറയും. അത് അവന്മാരൊക്കെ നിങ്ങളിപ്പം കണ്ടന്റ് പണിയായിട്ട് നിങ്ങൾ നിൽക്കുന്നില്ല, അതുപോലെ അവന്മാര് ഒരു പ്രശ്നമാണല്ലോ. നീ എങ്കിൽ ക്യാമറയുടെ പിന്നിൽ നിന്ന് പുറകിലോട്ട് മുമ്പിലോട്ട് വാടാ, ജനോട്ടേക്ക് വാടാ. ഞാൻ ആ കണ്ടന്റ് പണി എന്ന് പറഞ്ഞ ആളാണ്. ഇവിടെ തൃശ്ശൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നില്ല. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് പറയാനില്ല. അതെന്താടാ നിനക്ക് പറഞ്ഞ കുഴപ്പം? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോടൊപ്പം പറയാം അല്ലേ? അല്ലെങ്കിൽ നീ പറയത്തില്ല? നീ ഇച്ചിരി മുമ്പേ പറഞ്ഞേ പത്മജ എല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് അപ്പം ഞാൻ പറയാം അല്ലേ? ഓക്കെ, കട്ട വെയിറ്റിംഗ്. ഓക്കെ, ഇവന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ആയിരിക്കുമല്ലോ. നെക്സ്റ്റ് പാർട്ടിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. ഓ, ഇനി വ്യാഴാഴ്ച വരെ വെയിറ്റ് ചെയ്യണമല്ലേ? ഓക്കെ.